ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലർക്കും വലിയൊരു കൺഫ്യൂഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം, അതിൻ്റെ കൂടെ എന്ത് കറി വെക്കണം എന്നൊക്കെ. എന്നാൽ ഈ ഒരു റെസിപ്പി ഇതിന് കറി ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മസാല ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഹെൽത്തി പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ. ഇതിനായിട്ട് വേണ്ടത് ഇഞ്ചി വേണം, അതുപോലെ തന്നെ ക്യാരറ്റ് വേണം, പിന്നെ വേണ്ടത് സവാള വേണം. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് സവാള, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. അതുപോലെ തന്നെ ക്യാരറ്റ് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ കട്ടി കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണവേ. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാവേ. ഒരു പാത്രം നമുക്കൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇവിടെ കൊക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതെല്ലാം നമുക്ക് നെയ്യ് വേണമെങ്കിൽ 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് നെയ്യിലായാലും ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ബീൻസോ ബ്രക്കോളിയോ എങ്ങനെ വേണേലും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് നമ്മളൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകുവേ. നമ്മളിപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നതിന് ഒരുപാട് ഓയിലൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. 1 സ്പൂൺ അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൊക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണേലും ബട്ടർ ആയാലും നമുക്ക് എടുക്കാം, ഏത് ഓയിലായാലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന പച്ചമുളകിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇല്ലെങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ വെറും ഗോതമ്പ് പുട്ട് മാത്രമായിട്ടല്ലേ കഴിക്കുന്നത്. എന്നാൽ ഇതുപോലെ പച്ചക്കറികളുമായിട്ട് ചേർക്കുമ്പോഴും ഒരുപാട് ഗുണങ്ങൾ നമുക്കിതിൽ കിട്ടുവേ. ഇതിലിപ്പോൾ ഞാൻ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ക്യാരറ്റിൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇഞ്ചിയും കറിവേപ്പിലയുമാണ് ചേർത്തേക്കുന്നത്. ഇഞ്ചി നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്, അതുപോലെ തന്നെ ദഹന പ്രക്രിയയ്ക്ക് നല്ലതാണ്. ഈ ഒരു വെജിറ്റബിൾ നമ്മൾ 1 സ്പൂൺ ഓയിൽ മാത്രമാണ് നമ്മളിത് വഴറ്റാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ കൊഴുപ്പ് കൂടുമെന്ന് പേടിക്കുകയൊന്നും വേണ്ടേ. അങ്ങനെ ഇതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇത് നമ്മൾ നല്ല രീതിയിൽ അങ്ങ് വേവിച്ചെടുക്കണ്ട. പുട്ടിൻ്റെ ആവിയിൽ നമ്മൾ വേവിക്കുമ്പം ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടുവേ. നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഞാനൊരു 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മൾ വെച്ച് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2.5 കപ്പ് അളവിൽ ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിലോട്ടാണ് ഞാൻ ഈ 2.5 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണവേ. വെള്ളം തിളച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തതിന് മാത്രമേ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മാവ് നല്ല രീതിയിൽ അങ്ങ് വെന്ത് പോവും. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ ആ വേവിൽ തന്നെ കിട്ടിയാൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവേ. ഷുഗർ ഉള്ളവർക്ക് ഡോക്ടർമാർ എപ്പോഴും നിർദ്ദേശിക്കുന്ന ഒന്നാണ് ഗോതമ്പ് വിഭവങ്ങൾ. ഗോതമ്പിൽ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിൽ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടത്തില്ലേ, സാവധാനമേ ഊർജ്ജം റിലീസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഗോതമ്പിൽ മഗ്നീഷ്യം, സിങ്ക്, മിനറൽസുകൾ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഗോതമ്പ് സഹായിക്കും. രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ദിവസം മുഴുവനും നമുക്ക് എനർജി ആയിട്ട് നിലനിൽക്കാൻ സഹായിക്കുവേ. മാവ് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുത്തേക്കുന്നത്. ഇതിൽ ആ ഒരു വലിയ രീതിയിൽ കട്ട പോലെ കിടക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ. അന്നേരം നല്ല രീതിയിൽ ആ കട്ടകളെല്ലാം മാറി ഒന്നും കൂടെ നമ്മുടെ പുട്ടിൻ്റെ മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുവേ. പുട്ട് നമുക്ക് കട്ടയില്ലാതെ കിട്ടിയാലും നമ്മൾ പുട്ടിൻ്റെ മാവ് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കാവുള്ളേ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ പുട്ട് കിട്ടുകയും ചെയ്യുവേ. ഒത്തിരി അങ്ങ് നമ്മളൊന്ന് കറക്കി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പൊടി കൊണ്ടുള്ള പലഹാരങ്ങളാണ് കൂടുതൽ കഴിക്കാറ്. എന്നാൽ അതിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അതിന് പകരം ഗോതമ്പ് പൊടി ശീലമാക്കിയാൽ ഒരുപാട് ഗുണങ്ങളാണ് ഗോതമ്പിലുള്ളത്. ഗോതമ്പിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ദഹിക്കാനും ഗ്യാസിൻ്റെയോ മലബന്ധത്തിൻ്റെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും സഹായിക്കുവേ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുഴച്ച് മാവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ.
അങ്ങനെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഇങ്ങനെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പുട്ടിനായാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുവേ. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ചൂടൊന്നും ആറാൻ നിന്നിട്ടില്ല. ആ ചൂടോട് കൂടി തന്നെയാണ് പൊടിച്ചെടുത്തത്. നമ്മൾ ചൂട് ആറിക്കഴിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്താലും ഇതുപോലെ നല്ല നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുവേ. അങ്ങനെ എല്ലാ മാവും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പകരം ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. കാരണം ഫൈബർ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ ഒരു ഫീൽ ഉണ്ടാവുമേ. പെട്ടെന്ന് വിശക്കത്തില്ല. അതുകൊണ്ട് അനാവശ്യമായ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് തടയാവേ. അങ്ങനെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ആവശ്യാനുസരണം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ മാവിലും എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ മാവിൻ്റെ കുറച്ച് പുട്ടിൻ്റെ മാവ് ഇടയ്ക്ക് ഇതുപോലെ മസാലയും തേങ്ങയും അങ്ങനെ ആയാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലും ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റി. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ മാവിൽ ഈ മസാലയുടെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ പിടിക്കും. ആ തേങ്ങയായാലും നമ്മൾ വഴറ്റി വെച്ചിരുന്ന മസാലയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ എല്ലാ മാവിലും പിടിക്കുകയും ചെയ്യുവേ. ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയിലയും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ യോജിപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആ മസാലകളൊന്ന് വഴറ്റിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പുട്ടിൻ്റെ മാവ് നമുക്ക് കുഴച്ചെടുക്കുന്നതിനൊന്നും ഒരു പാടില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഈ ഒരു മസാല ഗോതമ്പ് പുട്ടിന് കറികളുടെ ഒന്നും ആവശ്യമില്ലേ. നമ്മൾ ഇതിൽ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് ആ ഒരു ഇഞ്ചിയുടെ ടേസ്റ്റും ആ ഒരു പച്ചമുളകിൻ്റെ എരിവും എല്ലാം ഇതിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ കറികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇനി നമുക്കിതൊരു പുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ എടുത്തേക്കുന്നത് ചിരട്ടപ്പുട്ടിൻ്റെ അച്ചാണ് എടുത്തേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം കുറേ തേങ്ങ നമ്മൾ ഇതുപോലെ മാവിലൊന്ന് മിക്സ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ നമുക്ക് പുട്ടിൻ്റെ അച്ചിലേക്ക് ഇതുപോലെ വാരി വെച്ച് കൊടുത്ത് ആവി കയറ്റിയെടുക്കാവേ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലിത്തട്ടിലോട്ട് മൊത്തമായിട്ടും നമ്മൾ വാരി വെച്ച് ആവി കയറ്റി എടുക്കാവേ. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആവി വന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ അത് നല്ല ഭംഗിയാണ്. രാവിലെ നമ്മൾ എണ്ണയിൽ വറുത്തതോ പൊരിച്ചതോ പലഹാരങ്ങൾ കഴിക്കുന്നതിൽ 100 മടങ്ങ് ഗുണങ്ങളാണ് നമ്മൾ ഈ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ ഉള്ളിലുള്ള പോഷകങ്ങളൊന്നും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഇതിലുള്ള വിറ്റാമിൻസും മിനറലുകളും എല്ലാം അതുപോലെ തന്നെ ഇതിൽ നിലനിൽക്കുവേ. ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഭക്ഷണം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ധൈര്യമായിട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ പുട്ട് ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പുട്ടും ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന മസാല ഗോതമ്പ് പുട്ട് ഇവിടെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ ഗോതമ്പ് പുട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു കറിയൊന്നും ആവശ്യമില്ലേ. നല്ലൊരു ചൂട് ചായ മാത്രം മതിയേ. രാവിലെ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകാൻ തിടക്കം കൂട്ടുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റമാണ് ഇത്. എല്ലാവരും ഇതൊന്നും വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.